സ്റ്റുഡൻസ് എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൽ ചാപ്റ്റർ 21 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വിദേശങ്ങളിലേക്കുള്ള വ്യാപനം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വിദേശങ്ങളിലേക്കുള്ള വ്യാപനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പുരാതന കാലത്ത് വ്യാപാരം വളർത്തുവാനായിട്ട് നമ്മൾ ഇന്ത്യക്കാർ പല നാടുകളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. റോം, ചൈന, ഇന്തോനേഷ്യ, കംബോഡിയ, പിന്നെ ദ്വീപ് രാഷ്ട്രങ്ങളായിട്ടുള്ള സുമാത്ര, ജാവ എന്നിവിടങ്ങളിലേക്കൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ വ്യാപാരത്തിനായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ എത്തിച്ചേർന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവരുമായിട്ട് നമ്മൾ കൂടുതൽ സാംസ്കാരിക ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സാംസ്കാരിക ബന്ധത്തിലൂടെ നമുക്ക് വളർച്ച നേടാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പോസിബിൾ ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടും ഈ ഒരു സാംസ്കാരിക സമ്പർക്കത്തിൻ്റെ മുഖ്യ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റീസ്, അതായത് സർവകലാശാലകളായിരുന്നു. ഈ ഒരു സർവകലാശാലകളിൽ വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചു. പിന്നെ വിദേശ വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ത്യൻ മതങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ വിജ്ഞാനം, നമ്മുടെ പൈതൃകവും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് വിദേശത്ത് പ്രചരിപ്പിക്കുകയും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു കാലത്ത് ഉണ്ടായിരുന്ന സർവകലാശാലകളാണ് നളന്ദ, വല്ലഭി. ഈ ഒരു നളന്ദനെയും വല്ലഭിയെ കുറിച്ചിട്ട് ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാങ് സാങ്ങിൻ്റെ ലേഖനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സർവകലാശാലകളുടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അവരെന്തൊക്കെയായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, തത്വശാസ്ത്രം, ജ്യാമിതീയ ശാസ്ത്രം തുടങ്ങിയിട്ടുള്ള പല മേഖലയിലും നളന്ദ, വല്ലഭി സർവകലാശാലകൾ പ്രക്ഷോഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ആ ഒരു കാലത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് വിക്രംശില. ആ കാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു സർവകലാശാലയാണ്. ഈ ഒരു വിക്രംശിലനെ കുറിച്ചിട്ട് നമുക്ക് തെളിവുകളൊക്കെ കിട്ടിയിരുന്നത് തിബറ്റൻ പണ്ഡിതനായിട്ടുള്ള താരാനാഥിൻ്റെ വിവരണങ്ങളിലൂടെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ തന്നെ വേറൊരു സർവകലാശാലയാണ് ഓദന്തപുരി എന്ന് പറഞ്ഞിട്ടുള്ളത്. ബീഹാറിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സർവകലാശാലയാണിത്. ഇത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ അടുത്തറിയാൻ സഹായിക്കുന്നതിൽ ഒന്നാണ്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വിദേശങ്ങളിലേക്കുള്ള വ്യാപനം ഇങ്ങനെ യൂണിവേഴ്സിറ്റീസ്, സാംസ്കാരിക ബന്ധം വഴിയായിരുന്നു. കൂടുതലായിട്ട് നമ്മൾ വ്യാപാരത്തിൽ പുതിയ അവസരങ്ങൾ തേടി പുരാതന കാലത്ത് ഇന്ത്യൻ വ്യാപാരികൾ അത് വിദൂര നാടുകളിലേക്ക് സഞ്ചരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു സാംസ്കാരിക ബന്ധം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി മധ്യേഷ്യയിലെ ഇന്ത്യൻ സംസ്കാരം എങ്ങനെയാണെന്ന് നോക്കാം. മധ്യേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന, റഷ്യ, ടിബറ്റ്, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ചൈനയിലെ സാധനങ്ങൾ ഇമ്പോർട്ടും അല്ലെങ്കിൽ എക്സ്പോർട്ടും ചെയ്തത് നമ്മൾ മെയിനായിട്ടും പട്ടുപാതയിലൂടെയാണ്. സിൽക്ക് റൂട്ട് എന്നാണ് പൊതുവെ ആ ഒരു പാതയെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലും മധ്യേഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം നമുക്ക് ആ ഒരു രാജ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുള്ള പല ചരിത്രാതീത രൂപങ്ങളും, സ്തൂപങ്ങൾ, ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, വിഗ്രഹങ്ങൾ അങ്ങനത്തെ തുടങ്ങിയവയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരുന്നു. സിൽക്ക്, മരതകം, കുതിരകൾ എന്നിവ ആയിരുന്നു കൂടുതലായിട്ട് അക്കാലത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ ബുദ്ധമതവും ഇതിലൂടെ വളർച്ച പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മതവും തത്വചിന്തയും കൂടാതെ നമ്മുടെ ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാവല്ലോ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഭാഷ, സാഹിത്യം, കല, സംസ്കാരം ഇങ്ങനെ ഈ ഒരു വ്യാപാര പാതയിലൂടെ കൂടുതലായിട്ടും വിനിമയം ചെയ്യപ്പെട്ടു. അതായത് നമ്മളിപ്പം ഒരാളുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളെന്ത് ആ ഒരു വ്യാപാരിയുടെ മേലെ നമ്മൾ രണ്ട് രാജ്യത്തുള്ളവരായിരിക്കും. അപ്പം നമ്മൾ വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എന്താണ് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ ഭാഷാ കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഒരു വ്യാപാര ബന്ധം സൃഷ്ടിക്കാൻ, മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ട് സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
നമുക്ക് ശ്രീലങ്കയിലെ ബുദ്ധമതത്തെക്കുറിച്ചൊന്ന് നോക്കാം. ശ്രീലങ്കയിൽ അശോക ചക്രവർത്തിയാണ് ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി പുത്രനായിട്ടുള്ള മഹേന്ദ്രനെ പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള സംഘമിത്രയെ ഒരു പ്രതിനിധി സംഘത്തോടൊപ്പം ശ്രീലങ്കയിലേക്ക് അയച്ചത്. അപ്പം അദ്ദേഹം ബോധ്ഗയയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ബോധി വൃക്ഷത്തിൻ്റെ കൊമ്പ് അവിടെ ശ്രീലങ്കയിൽ കൊണ്ടുപോയി നടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഇവർ ശ്രീലങ്കയിൽ ബുദ്ധ പ്രബോധനങ്ങൾ വാമൊഴിയായിട്ടായിരുന്നു പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മഹാവിഹര, അഭയഗിരി എന്നീ ആശ്രമങ്ങളാണ് ആദ്യമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ബുദ്ധാശ്രമങ്ങൾ ശ്രീലങ്കയിൽ കേട്ടോ. ഇനി ശ്രീലങ്ക ബുദ്ധമതത്തിൻ്റെ ശക്തി കേന്ദ്രം ആയിരുന്നു. അപ്പം ഇന്നും ആ ഒരു ശക്തി കേന്ദ്രം തന്നെയായിട്ട് അതും നിലനിന്ന് പോകുന്നുണ്ട്. ബുദ്ധമത പ്രചാരകർ ആശയവിനിമയം നടത്തിയിരുന്നത് അവരുടെ ഒരു ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലി ഭാഷ. ആ ഒരു പാലി യൂസ് ചെയ്തിട്ടാണ് അവരുടെ കൂടുതലുമായിട്ട് അവരുടെ മതപ്രചാരകർ ആശയവിനിമയം നടത്തിയിട്ടുള്ളത് കേട്ടോ. ദിപവൻസ, മഹാവംശ എന്നിവ ശ്രീലങ്കയിലെ ബുദ്ധമത ഉറവിടങ്ങളാണ്. ഇനിയിപ്പം ബുദ്ധമതം മാത്രമല്ല, ഇന്ത്യൻ കലാരൂപങ്ങളും ശ്രീലങ്കയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശൈലി, നമ്മുടെ ഇന്ത്യൻ ശൈലി, ചിത്രകലാ സങ്കേതങ്ങൾ, നൃത്തം, നാടോടി ഗാനങ്ങൾ, പിന്നെ കലാ, വാസ്തുശില്പം എന്നിവയൊക്കെ ഒരു ശ്രീലങ്കയിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ജിപ്സികൾ. ജിപ്സികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം നാടോടികൾ വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവരെ നമ്മൾ പറയുന്ന പേര് റോമൻസ് എന്നാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഈ ഒരു നാടോടി സംഘത്തെ റോമൻസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ പറയുന്ന ഭാഷയായിരുന്നു റൊമാനിയ. പിന്നെ യൂറോപ്പിൽ അവർ ജിപ്സികൾ എന്ന പേരില്ല. യൂറോപ്പിലാണ് അവർക്ക് നോർമലി അവരെ വിളിച്ചിട്ടുണ്ടായിരുന്ന റോമൻസ് എന്നാണെങ്കിലും യൂറോപ്പിലാണ് അവർക്ക് ജിപ്സികൾ എന്ന പേര് കൊടുത്തത്. അപ്പോൾ ആ പേരിലാണ് പിന്നീട് അവർ പ്രസിദ്ധരായത്. ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി അവർ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അവിടെ നിന്ന് ഒട്ടകപ്പുറത്ത് സവാരി ചെയ്ത് ഇറാനിലും ഇറാഖിലും അവിടെ നിന്ന് തുർക്കിയിലും ഒക്കെ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഒരു ജിപ്സികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേർഷ്യ, ടോറസ് പർവ്വതനിരകൾ, കോൺസ്റ്റാന്റിനോപ്പിൾ വഴി ഇവർ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും എത്തി. അപ്പം ഇവർ മറ്റു പല വിദേശ രാജ്യങ്ങളിലും താമസിക്കാൻ തുടങ്ങി. സ്വന്തം രാജ്യത്തിൻ്റെ കുറിച്ചിട്ട്, അതായത് സ്വന്തം രാജ്യത്ത് എന്താണ് നടക്കുന്നതെല്ലാം ഇവർ മറന്നുപോയി. അവർ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കുടിയേറ്റക്കാരായിട്ട് തന്നെ നമുക്ക് ഇവരെ പറയാം. അവർ പല രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. എന്നാലും പക്ഷേ അവർ കാത്തു സൂക്ഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ അവർ അവരുടെ ഭാഷയും ആചാരങ്ങളും ജീവിത രീതിയൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ തൊഴിലൊക്കെ, അവരുടെ നാട്ടിൽ എന്തൊക്കെ തൊഴിൽ ജീവിച്ചിട്ടാണോ അവർ വന്നിരുന്നത് അതൊക്കെ കാത്തു സൂക്ഷിക്കാൻ ഈ റോമൻസുകാർ അല്ലെങ്കിൽ ജിപ്സികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ജിപ്സികളെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കൊച്ചി. കൊച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന്. അപ്പം കൊച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യൻ സംസ്കാരം വ്യാപിച്ച ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കൊച്ചി. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് തന്നെ കൊച്ചിനെ പറയാം. അത് പട്ടുപാത വേർപെട്ട് ചൈനയിലെ ഡൻ ഗുഹകളിൽ കൂടിച്ചേരുന്ന ഒരു രാജ്യമാണ്. അതിൽ ഉത്തര ദക്ഷിണ പട്ടുപാതകളുണ്ട്. ഉത്തര പട്ടുപാതകൾ സമർഖണ്ഡ്, കാശ്ഗർ, തുംഷുക്, അക്സു എന്നിവയാണ്. ഇനി ദക്ഷിണ പട്ടുപാതകൾ യാർഖണ്ഡ്, കോട്ടാൻ, കെരിയ, മിറാൻ എന്നിവയാണ്. അപ്പം കൊച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ളൂ ഇന്ത്യൻ സംസ്കാരം വ്യാപിച്ച ഒരു പ്രധാന കേന്ദ്രം. അതാണ് കൊച്ചി. യുൻകാങ് ലുങ്മെൻ എന്നാൽ എന്തെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ വ്യാപനത്തോടു കൂടിയിട്ട് ചൈനയിൽ ഗുഹാക്ഷേത്രങ്ങളും ആശ്രമ ശൃംഖലകളും വൻതോതിൽ കൂടുതലായിട്ട് പണികൾ കഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉൾഭാഗം മനോഹരമായിട്ട് ചായം പൂശിയ ഗുഹകളും കല്ലിൽ കൊത്തിയ കൂറ്റൻ പ്രതിമകളും ഇക്കാലത്ത് രൂപം കൊണ്ടുവന്നു. ഡൂൺ, ഹുവാങ്, യുൻകാങ്, ലുങ്മെൻ എന്നിവ ലോകത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ഗുഹാശൃംഖലകളാണ്. ഇത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഗുഹാശൃംഖലകളാണ് ഈ മൂന്നെണ്ണവും. ഈ ശൃംഖലകളിൽ ഇന്ത്യൻ സ്വാധീനം ദൃശ്യമാണ്. അതായത് അതിൻ്റെ കൊത്തുപണികളിലും ഒക്കെ നമ്മുടെ ഒരു ഇന്ത്യൻ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡൂൺ ഹുവാങ്. ഇതൊരു ഗുഹാ ശൃംഖലയാണ്.
ഓക്കെ, ഇനി പട്ടുപാത എന്താണെന്ന് നോക്കാം. കുറച്ച് മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം പട്ടുപാത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായി പറയാമെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്നും വ്യാപാരികൾ കൂടുതലായിട്ടും തടസ്സങ്ങളെ അതിജീവിച്ചിട്ട് സഞ്ചരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു തടസ്സങ്ങളൊക്കെ അതിജീവിക്കാൻ അവർക്ക് സഹായകമായിട്ടുള്ളത് ആയി പോന്നിരുന്നത് ഒരു പാതയായിരുന്നു, ഒരു തുറന്ന പാതയായിരുന്നു. അതിനെ സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടുപാത എന്ന പേരിലാണ് അവർ വിളിച്ചിട്ടുള്ളത്. പിന്നീട് അത് ആ ഒരു പേരിലാണ് പ്രശസ്തമായി വന്നത്. അപ്പം ആ ഒരു ആ ഒരു പാതയ്ക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽക്കായിരുന്നു. അതായത് ചൈനയുടെ ഒരു പ്രധാന ഉൽപ്പന്നം. അവർ കൂടുതലായിട്ടും വിറ്റഴിച്ച് പോകുന്നത് സിൽക്ക് ആയതുകൊണ്ടാണ് ആ ഒരു പാതയ്ക്കും അവർ സിൽക്ക് റൂട്ട് എന്ന പേര് കൊടുക്കാൻ കാരണം ഉണ്ടായിരുന്നത്. പിന്നെ പിൽക്കാലത്ത് പണ്ഡിതന്മാരും സന്യാസികളും പിന്നെ മതപ്രചാരകരും ഒക്കെ ഉണ്ടാവില്ലേ, ഈ ഒരു പാത തന്നെ ഉപയോഗിച്ചു പോന്നു അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പാത സാംസ്കാരിക വിനിമയത്തിൻ്റെ ഒരു പ്രധാന നാഴികക്കണ്ണിയായിട്ട് അന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടുതലായിട്ടും സാംസ്കാരിക വിനിമയം ചൈനയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പട്ടുപാതയിലൂടെയായിരുന്നു കേട്ടോ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം മധ്യേഷ്യയിൽ വളരെ ശക്തമായി ഇത് പ്രതിഫലിക്കാൻ കാരണമായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പട്ടുപാത എന്ന് പറയുന്നത്. നോക്കാം. അപ്പം ഒരു ഇന്ത്യ റോമുമായിട്ടുള്ള ബന്ധം വെച്ച് നോക്കുന്നതാണെങ്കിൽ പണ്ട് കുരുമുളക്, വെറ്റില, സുഗന്ധ വസ്തുക്കൾ, വാസനദ്രവ്യങ്ങൾ, ഗോമേതകം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യ മറ്റു രാജ്യങ്ങളിലേക്ക് ഗോമയുമായിട്ട് കൂടുതൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ റോമൻ വ്യാപാരം ഇന്ത്യക്ക് ധാരാളം സ്വർണം നേടിക്കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ തമിഴ് രാജാക്കന്മാർ യുദ്ധരംഗത്തെ തെണ്ടുകളുടെയും മധുരയുടെ പ്രവേശന കവാടങ്ങളുടെ എല്ലാം സൂക്ഷിപ്പുകാരായിട്ട് കുറച്ച് പേരെ നിയമിച്ചിട്ടുണ്ട്. ഈ ഒരാൾക്കാരെയാണ് യവനന്മാർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പുരാതന കാലത്ത് യവനൻ എന്ന പദം പശ്ചിമേഷ്യൻ ജനങ്ങളെയും റോമാക്കാരും ഗ്രീക്കുകാരും ഉൾപ്പെടെ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ ജനങ്ങളെയും ഉദ്ദേശിച്ചു കൊണ്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയുന്നതാണെങ്കിൽ വിവിധ മാർഗങ്ങളിലൂടെ പുരാതന കാലത്ത് ഇന്ത്യൻ സംസ്കാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നാണെങ്കിൽ പഠന നിലവാരത്തിന് പ്രശസ്തമായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സർവകലാശാലകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ആകർഷിച്ചിട്ടുണ്ടല്ലേ. പിന്നെ സംസ്കൃത ഗ്രന്ഥങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ ഭാഷകളിലേക്കെല്ലാം ഈ ഒരു യൂണിവേഴ്സിറ്റീസ് വഴി തന്നെ അവരുടെ ഗവേഷകരെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വ്യാപനത്തിൽ മുഖ്യ ഉപാധിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നാണെങ്കിൽ ശ്രീലങ്കയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളവിടെ കണ്ടുല്ലേ, ബുദ്ധമതം സ്വീകരിച്ച പ്രഥമ രാജ്യമായിട്ട് ശ്രീലങ്ക മാറുകയുണ്ട്. പിന്നെ ഇത്രത്തോളമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടാതെ നമ്മൾ യവനർ എന്താണെന്ന് കണ്ടു, പട്ടുപാത, കുച്ചി എങ്ങനെയാണ് പ്രശസ്തമായതെന്നൊക്കെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.